കളിച്ചോണ്ടിരുന്ന വീഡിയോയാ. യൂട്യൂബിൽ ഹിറ്റാണ് ആയിക്കോട്ടെ. തമ്പി മൈലോ ആയോ? തലയെടുക്കണല്ലടാ തല. ഹലോ ഗൈസ്, എന്തല്ല എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? ഞാനിവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതിനെല്ലാം കാരണം നിങ്ങളാണ്. സോ അതിനു മുന്നേ ഞാൻ എൻ്റെ ചാനലിലോട്ട് ഒഫീഷ്യലി നിങ്ങളെല്ലാവരും ഒന്നുകൂടി സ്വാഗതം ചെയ്യാണ്. സോ വെൽക്കം ടു അൺഫിൽറ്റേർഡ് വിത്ത് നീരു. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്താണ് ഇത്ര ഹാപ്പി, എന്താണ് ഇത്ര കാര്യമായിട്ടുള്ള എന്നൊക്കെയുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര നല്ല റെസ്പോൺസ് കിട്ടും എന്നുള്ളത്. ഇത്ര നല്ല റെസ്പോൺസ് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബറുടെ ഏറ്റവും വലിയ വിജയം അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മളിടുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമ്മളെ കാണാൻ, നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നതൊക്കെ കാണാൻ കുറച്ച് പേര് എക്സൈറ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ള കേൾക്കുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ പേര്, ഒരുപാട് പേര്, ഞാൻ മേ ബി വർഷങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തവർ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തവരൊക്കെ ആയിട്ട് വീണ്ടും ഒന്നുകൂടെ അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ പുതുക്കാൻ പറ്റി. അതുപോലെ കുറേ റിലേറ്റീവ്സിൻ്റെ മെസ്സേജസ് വന്നു. കുറേ പേര്, ഇഷ്ടം പോലെ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടും വിളിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പം അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വളരെയധികം നന്ദിയുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു 10 പേരെങ്കിലും നമുക്ക് സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും നമ്മളെ കാണാനുണ്ട് എന്നറിയുമ്പോൾ അത് വലിയൊരു സന്തോഷമല്ലേ. സോ അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നത്തെ എന്താ, കുറേ പേര് കുറേ സജഷൻസ് തന്നിരുന്നു. പിന്നെ കുറേ പേര് ഇങ്ങനെ എന്താ പറയുക, കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വോളിയൂം കുറവായിരുന്നു, എൻ്റെ സൗണ്ട് കുറച്ച് കുറവായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അതെങ്ങനെയാണ്, ഞാൻ ഇത്തിരി കൂടെ ഒച്ചത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ലോ ആയിട്ട് സംസാരിച്ചിരുന്നത്. പിന്നെ അതുപോലെ പിന്നെ വന്ന കുറേ കമൻറ്റ്സ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തുകൊണ്ട് ഞാൻ ഇത്രയും ലേറ്റായി തുടങ്ങാൻ, കാരണം അവരെല്ലാവരും ഞാൻ മുന്നേ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചവരുണ്ട്. പിന്നെ എന്താ, അവരറിയാതെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കാം എന്ന് വിചാരിച്ചവരുണ്ട്. അതുപോലെ കുറേ പേര് എന്തുകൊണ്ടും എനിക്ക് പറ്റും എന്ന് കുറേ സപ്പോർട്ടായിട്ട് കുറേ പേര് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്ന് നമ്മൾ മാത്രമല്ലാതെ കൂടെയുള്ള കുറേ ആൾക്കാരും കൂടി അത് വിശ്വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അവർക്കും ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഇതുപോലെ കുറേ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതുപോലെ എനിക്കും കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർക്കതൊരു ഇൻസ്പിറേഷനായി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ കാരണം വേറെ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻസ്പിറേഷൻ കാരണം അവർക്ക് അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള പോലെ അവർക്ക് അതിനൊരു മോട്ടിവേഷൻ ആയിക്കഴിഞ്ഞാൽ വളരെ നല്ലതല്ലേ. ഞാൻ ഭയങ്കര ഒരു സംഭവമായിട്ട് പറയുന്നതല്ല, പക്ഷെ അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നെങ്കിലും ഞാൻ ജസ്റ്റ് അതൊരു സെൽഫ് ഇൻട്രോ അല്ലെങ്കിൽ ചെറുത് ഫുൾ സെൽഫ് ഇൻട്രോ ഒന്നും ഇല്ല, ജസ്റ്റ് എൻ്റെ പേരും കാര്യങ്ങളും എന്താ എവിടെയാന്നൊക്കെ ഉള്ളതും
അത്രമാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. അതിന് ഭയങ്കര റെസ്പോൺസായിരുന്നു. ഒരുപാട് പേര് ഷെയർ ചെയ്തു, ഒരുപാട് പേര് മെസ്സേജസ് അയച്ചു, ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരുപാട് പേർക്ക് ന്യൂസിലാൻഡിനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞു. കുറേ പേർക്ക് ന്യൂസിലാൻഡ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാ എന്താന്നൊക്കെ അറിയണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ക്ലൗഡ് 9 എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. അത്ര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ പേരോട് താങ്ക് യു പറയാനുണ്ട്, ഇതിന് എന്നെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്ന് എന്നെക്കൊണ്ട് പറ്റും എന്ന് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് ജിതിനാണ്, ഹസ്ബൻഡാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എടുക്കുമ്പോൾ നിനക്കതൊരു വീഡിയോ ഒക്കെ ആക്കി ഇട്ടൂടെ എന്ന് ചോദിച്ചു തുടങ്ങിയതാണ്. അതുപോലെ എൻ്റെ അമ്മ ഇങ്ങനെ ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ പറയും, നിനക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ ഇതുപോലെ ചെയ്തുകൂടെ, എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് ഇതാണ്, ഞാനിവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോണിലൊക്കെ പറയുമ്പോൾ എന്താ എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അമ്മയ്ക്ക് അതൊരു രസം. അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാമല്ലോ, അത് അവർക്കും കാണാത് അങ്ങനെ. അപ്പോൾ അങ്ങനെ അമ്മയുണ്ട്. പിന്നെ എൻ്റെ അനിയൻ അബി, അവൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എനിക്ക് എഡിറ്റിംഗ് അത്ര വശമില്ല, അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എഡിറ്റിംഗ് അതൊരു സ്കില്ലാണ്. എല്ലാവരും നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും പുതിയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിച്ച് നമുക്ക് പറ്റാവുന്നതുമാണ്. അപ്പോൾ അവൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ എങ്ങനെ ചെയ്യണ്ടേ, എന്തൊക്കെയാണ് ചെയ്യണ്ടേ, ഏതിലാണ് ചെയ്യണ്ടേന്നൊക്കെ ചെയ്തു തരാനും പറഞ്ഞു തരാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ കുറേ ഫ്രണ്ട്സ്, കുറേ ഫാമിലി, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ വന്ന സപ്പോർട്ട്, അതൊരു രക്ഷയില്ലാത്ത സപ്പോർട്ടായിരുന്നു. മേ ബി ഒരു ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഇത്രയും വലിയ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരു പേടിയും. ഇനിയും അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇനി നല്ല നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ബോധവും വരും, ഒരു പേടിയും വരും. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഫീലിംഗ് ആണ്. പക്ഷേ എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന പോലെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എന്തെങ്കിലുമൊക്കെ സജഷൻസ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക, എന്നോട് പറയുക. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യാം, പുതിയ സജഷൻസ് വരാം. കാരണം ഞാനും ഇതിലോട്ട് പുതിയതാണ്, പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു അവരതെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്കൊരു ധാരണയില്ല. അപ്പോൾ ഉള്ള ഒരു അറിവ് വെച്ചിട്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ നന്ദി പ്രസംഗം പറഞ്ഞ് അധികം വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ മെയിൻ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് വീട്ടുകാരെ മിസ് ചെയ്യും, ഫ്രണ്ട്സിനെ മിസ് ചെയ്യും. ആകെ പ്രത്യേകിച്ച് ഒരു കുറേയധികം ഫ്രണ്ട്സും അതുപോലെ കുറേയധികം നമ്മളിങ്ങനെ ആൾക്കാരുടെ ചുറ്റും നടന്ന ഒരാൾ പെട്ടെന്ന് പുറത്ത് അല്ലെങ്കിൽ ഒരു അബ്രോഡിലേക്ക് മാറുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇതുപോലെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നതും ഫാമിലി മിസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ കുറച്ചധികം ഫ്രണ്ട്സുണ്ട്. ആ ഫ്രണ്ട്സായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഹൗസ് പാർട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇല്ല അതിൽ, ആ ഗ്രൂപ്പിനകത്ത് കുറച്ച് പേര്, നമ്മളിവിടെ അടുത്തുള്ള കുറച്ച് പേര് മാത്രം. ജസ്റ്റ് നമ്മളിന്ന് യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷം പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ്, പെട്ടെന്നൊരു ദിവസം ഡിസൈഡ് ചെയ്തതാണ്. അപ്പം ഇന്ന് എനിക്ക് വലിയ പരിപാടിയൊന്നുമില്ല, എനിക്ക് വലിയ പണിയൊന്നുമില്ലെന്ന്, ഞാൻ ജസ്റ്റ് ഇന്ന് ഹെൽപ്പിംഗ് മാത്രമാണ്. നമ്മുടെ മെയിൻ ഷെഫ് വന്നിട്ടില്ല, മെയിൻ ഷെഫ് ഓഫീസിൽ പോയിക്കുകയാണ്. അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടാണ് മെയിൻ ഷെഫിൻ്റെ കലാപരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് മെയിൻ ഷെഫിൻ്റെ മെനു എന്ന് പറയുന്നത് നമ്മുടെ തലശ്ശേരി ബിരിയാണിയാണ്. അപ്പോൾ അതിലെനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാനില്ല അതിനെക്കുറിച്ചൊന്നും. അപ്പോൾ
അത് മെയിൻ ഷെഫ് വന്നിട്ടായിരിക്കും അതിൻ്റെ മെയിൻ കുക്കിംഗ് തുടങ്ങുന്നത്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ എന്നോട് അത് പറഞ്ഞു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. കുറച്ച് സവോളയൊക്കെ അരിയണം, കാരണം കുറച്ചധികം സവോള അരിയണമല്ലോ ബിരിയാണിയിലോട്ട്. അപ്പോൾ അതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞു വെക്കണം. പിന്നെ അതുപോലെ അതിലോട്ടുള്ള സാലഡ്, പിന്നെ എൻ്റെ വക ഒരു ചെറിയൊരു ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ. അപ്പോൾ ഇപ്പോൾ ആരും വന്നു തുടങ്ങിയിട്ടില്ല, വൈകിട്ടാണ് പരിപാടി. ഞാനിപ്പോൾ ഇത് രാവിലെ എനിക്ക് ജസ്റ്റ് ഒന്ന് റെഡിയായി ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി കാര്യത്തിലോട്ട് കടക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ഹൗസ് പാർട്ടി കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും അതിലോട്ട് കടക്കാം. അതുവരെ ഓക്കെ. ന്യൂസിലാൻഡിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഈ മഴ. എപ്പം മഴ പെയ്യും, എപ്പം മഴ തീരുമെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരവസ്ഥയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര മഴയാണ്, കോരിച്ചൊരിയുന്ന മഴ. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങ് ഭയങ്കര തിമിർത്ത് അടിച്ച് പെയ്യൊന്നുമല്ല, ഇങ്ങനെ തൂളി ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു മഴയാണ്. പക്ഷെ ഭയങ്കര കാറ്റും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് 2 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്, ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭയങ്കര വെയിലായിട്ടിരിക്കുന്ന ദിവസമാണെങ്കിലും നമുക്ക് പറയാനൊന്നും പറ്റില്ല എപ്പോഴാണ് മഴ പെയ്യുക, മഴ എപ്പോഴാണ് അവസാനിക്കുക എന്നൊക്കെ. അപ്പോൾ എപ്പോഴും ഒരു റെയിൻകോട്ടോ കോടയോ ഒക്കെ നമ്മൾ കൈ പിടിച്ച് നടക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇന്നിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു. പക്ഷെ എന്തായാലും മഴ അതിന് സമ്മതിച്ചില്ല. പക്ഷെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ മഴയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പണ്ടങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കിച്ചണിൽ കയറിയായിരുന്ന ഞാൻ ഇപ്പോൾ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും എല്ലാം കിച്ചണിൽ കയറേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിലിരിക്കുന്ന അമ്മേനെയൊക്കെ ഞാൻ സ്മരിച്ചു പോകുന്നത്. എന്തായാലും പണ്ട് ആരോ എവിടെയോ പറഞ്ഞ പോലെ ഇതൊന്നും അത്ര ചെറിയ കാര്യമല്ല. എന്തായാലും നമ്മൾ കിച്ചണിൽ കയറുന്നതും കിച്ചണിലെ വർക്കും എല്ലാം പഠിച്ചിരിക്കണം. അങ്ങനെ ഇന്നത്തെ ഉള്ളിയരിയൽ കഴിഞ്ഞു. അത്യാവശ്യം ഞാൻ കുറേ അധികം സവോള അരിഞ്ഞിട്ടുണ്ട്, കുറേ അധികം കരയേണ്ടി വന്നു ഇന്ന്. എന്തായാലും ഇനി ബാക്കി നമ്മുടെ ഷെഫ് വന്നിട്ട് നമുക്ക് തുടങ്ങാം. ബിരിയാണി ഉണ്ടാക്കണ്ടേ? ഞാൻ ഉള്ളി അരിഞ്ഞത് കൊണ്ടാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുക. എൻ്റെ ഉള്ളി അരിയുന്ന ഇങ്ങനെ കുനുകുനാന്നിങ്ങനെ നൈസായിട്ടാണ് ബിരിയാണി ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് ഉള്ളി? കണ്ടോ, എൻ്റെ കഴിവാണ്. ഇനി എന്താ ചെയ്യണേ? ടൈമുണ്ട് നമുക്ക്. ബാക്കി അപ്പോൾ നമ്മുടെ മെയിൻ ഷെഫ് വന്നിട്ടുണ്ട്. ഇനി ഷെഫിൻ്റെ കൈകളിലാണ്. അപ്പോൾ ഞാനും ഷെഫും കൂടി ഡിസ്കഷനിലാണ് എത്ര അരി ഇടണം, എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളതൊക്കെ. എന്തായാലും നമുക്ക് 2 പേർക്കും കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. 2 പേർക്കും കുക്കിംഗ് അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ 2 പേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കുക്കിംഗ് ചെയ്യുന്നതും സംസാരിച്ചിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. എനിക്കറിയുന്നത് ജിതിന് പറഞ്ഞു കൊടുക്കുന്നു, ജിതിന് അറിയുന്നത് എനിക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അങ്ങനെ 2 പേരും കൂടി കുക്കിംഗ് ചെയ്യുമ്പോൾ ഒരു വലിയ രസം തന്നെയാണ്. ഈ ഒരുമിച്ചുള്ള കുക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ 2-3 അടിയും 2-3 ഡിബേറ്റും കഴിഞ്ഞിട്ടുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരുമിച്ച് കുക്ക് ചെയ്ത് വീട്ടിൽ വരുന്നവർക്കൊക്കെ ഒരുമിച്ച് ഫുഡ് കൊടുക്കുന്നത് ഒരു വലിയ രസമുള്ള കാര്യമാണ്. അതിനൊരു കാരണമുണ്ട്. നമ്മൾ 2 പേരുടെയും ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റാണ്. നമ്മൾ 2 പേരും കുക്കിംഗ് സ്റ്റൈൽസ് ഭയങ്കര ഡിഫറെൻ്റാണ്. 2 പേരും വരുന്ന സ്ഥലങ്ങൾ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ ഡിഫറൻസസ് ഉള്ളതുകൊണ്ട് നമ്മളുടെ ഇഷ്ടങ്ങൾ വേറൊരാൾ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ അതിൽ കൂടുതൽ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ജിതിനും പലതും ആഡ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടാവും. ജിതിൻ കുക്ക് ചെയ്യുമ്പോഴും എനിക്കും അങ്ങനെ ആഡ് ഓൺ ചെയ്യണം, അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതൽ ഇൻഡിവിജ്വൽ കുക്കിങ്ങിലോട്ടാണ് ശ്രദ്ധ. എന്നാലും ഒരുമിച്ച് കുക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ കളയാറുമില്ല. അപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ റൈസെല്ലാം റെഡിയായി. ഇനി ദമ്മിട്ട് സെറ്റ് ചെയ്യണം. ഇനി ദമ്മ സെറ്റ് ചെയ്തിട്ട് കാണാം.
വന്നിക്കാണോ? സ്ഥിരമായിട്ട് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണോ? എന്താണിത്? ഓ ഇതാണ്. ഫോൺ എടുത്ത് പിടിച്ചതിന് വേണ്ടില്ല. എന്തേലും ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് പിടിച്ചാ മതി. ജിതിൻ പിന്നെ വാ തുറക്കില്ല. ജിതിൻ ഇങ്ങനെ ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. എന്തിന്? അയ്യോ കുട്ടിക്ക് നാണായി. അപ്പോൾ ഇതാണ് നമ്മുടെ എൻസെറ്റ് ഫാമിലി. ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച ഫ്രണ്ട്സ്, എൻ്റേതായിട്ടുള്ള മുതൽക്കൂട്ട്, അതാണിവർ. ഇതിൽ എല്ലാവരും ഇല്ല, ഇനിയും 2 ആൾക്കാരും കൂടി ഇതിൽ വരാനുണ്ട്. ഇനിയും അതുകൂടാതെ കുറച്ച് ആൾക്കാരും കൂടി നമ്മൾ വിളിക്കാൻ പറ്റാത്തവരുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്, വീടിൻ്റെ അടുത്തുള്ളവർ മാത്രം ആയിട്ട് പെട്ടെന്ന് എല്ലാവരും കൂടി ഒന്ന് തട്ടിക്കൂട്ടി ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുമ്പോൾ എനിക്ക് വേറെ യൂണിവേഴ്സിറ്റി ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ കൊളീഗ്സോ വർക്ക് ഫ്രണ്ട്സോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെ കൂടിയുള്ളത് ജിതിൻ്റെ ഫ്രണ്ട്സ് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനായിട്ട് കണ്ടുപിടിച്ച എൻ്റെ ഒരു കൂട്ടം നല്ല ഫ്രണ്ട്സാണ് ഇവർ. അപ്പോൾ ഇവരെ ഞാനാണ് ജിതിന് ഇവിടെ വന്നിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ്. ന്യൂസിലാൻഡിലെത്തി 1 മാസത്തിനുള്ളിൽ കിട്ടിയ ഫ്രണ്ട്സാണിവർ. അപ്പോൾ ഇപ്പോൾ 1 കൊല്ലമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിച്ചിരിക്കുകയാണ്. എൻ്റെ സവോള അരിയിൽ കാരണമാണ് തോന്നുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ സവോളൊക്കെ കിടക്കുന്ന കണ്ടോ? എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എല്ലാവരും നന്നായി കഴിച്ചിരുന്നു. നമുക്ക് അധികമൊന്നും ബാക്കിയൊന്നും വന്നില്ല. നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ ഫാമിലിയുടെ അടുത്തു നിന്നും അതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതുപോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും കളിച്ച് ചിരിച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കളികളും തമാശകളൊക്കെ പറഞ്ഞിരുന്ന് നമുക്കെപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ലധികം സുഹൃത്തുക്കളാണ്. അതുപോലെ എനിക്ക് കിട്ടിയ നല്ല കുറച്ച് സുഹൃത്തുക്കളാണ് ഇവർ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ ലാലേട്ടൻ്റെ ലൂസിഫർ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വ്ലോഗായി കാണുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ് ആൻഡ് നമ്മുടെ വക ബായ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ആഴ്ച വേറൊരു നല്ല വ്ലോഗുമായിട്ട് കാണാം. അതുവരെ സി യു, ടാറ്റ, ബൈ ബൈ.